ബിജെപിക്കുള്ളിലെ വിഭാഗീയത കുറച്ചും കൂടെ പൊടി തട്ടി പുറത്തേക്ക് വരികയാണോ പരസ്യമായി? ബിജെപിയിൽ നേരത്തെ നൗഫൽ പറഞ്ഞ പോലെ വിഭാഗീയത ഒരു പുത്തരിയല്ല. പക്ഷേ ഇത്തവണ ഈ രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നൊരു സത്യമാണ്. കാരണം ഈ പോസ്റ്റ് വി മുരളീധരന് കൊടുത്തു കഴിഞ്ഞാൽ 2 അധികാര സ്ഥാനം ഉണ്ടാകും പാർട്ടിയിൽ എന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ കരുതുന്നത്. അത് സത്യമാണ്. കാരണം കേരള രാഷ്ട്രീയത്തിൽ എങ്ങനെ കളിക്കണമെന്നും എങ്ങനെയാണ് അതിനെ കരുനീക്കേണ്ടതെന്നും മുരളീധരന് അറിയാം. പ്രത്യേകിച്ച് എങ്ങനെ ഇടപെട്ടാൽ നിയമസഭയിൽ സ്പേസ് കിട്ടും ഒരു കക്ഷി നേതാവ് എന്ന നിലയ്ക്ക് എന്നത് മുരളീധരൻ ഒരു പക്ഷേ രാജീവ് ചന്ദ്രശേഖരനേക്കാൾ കൂടുതൽ വഴങ്ങും. കാരണം മലയാളത്തിലുള്ള അദ്ദേഹത്തിൻ്റെ രാജീവ് ചന്ദ്രശേഖരന് മുകളിലാണ് അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം എന്നുള്ളതാണ് അതിനകത്ത കാര്യം. സ്പോണ്ടേനിയസ് ആയി ഇടപെടൽ നടത്താൻ ഒരു വിഷയത്തിൽ കക്ഷി നേതാവെന്ന നിലയിലൊക്കെ ശ്രമിക്കാൻ കഴിയും വി മുരളീധരൻ, അല്ലെങ്കിൽ ബഹളമുണ്ടാക്കാനുമൊക്കെ. പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനെയല്ല. അദ്ദേഹത്തിന് എഴുതി തയ്യാറാക്കി കൊണ്ടുവരുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനെ വിചാരിക്കുന്നതിൽ മറ്റൊരു തെറ്റുമില്ല. കാരണം നിങ്ങൾ ഇത്രയും കാലം കയ്യിൽ കുത്തിയിട്ട് ഇവിടെ ഒന്നും സാധ്യമാക്കിയില്ലല്ലോ. ഒരു തവണ നിയമത്ത് ജയിച്ചതല്ലേ. ഞാനിവിടെ വന്നിട്ട് കോർപ്പറേറ്റ് ശൈലിയിൽ ഇത് നടത്തിയപ്പോഴല്ലേ ഇവിടെ 3 സീറ്റ് BJPക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ആ നേതൃത്വം ഏറ്റെടുക്കാൻ വരേണ്ടതില്ല. അത് എനിക്ക് തന്നെ യോഗ്യതയുള്ളതാണ്, എനിക്ക് അർഹതപ്പെട്ടതാണ് എന്ന നിലപാട് അദ്ദേഹം എടുക്കുന്നതിനെയും ആ ഒരു മനോഭാവത്തോടു കൂടിയാണ് അദ്ദേഹം എടുക്കുന്നത്. കാരണം അദ്ദേഹം ഒരു കോർപ്പറേറ്റ് CEO ലെവലാണ്. അദ്ദേഹം കടന്നു വന്ന വഴികളും അങ്ങനെയാണ്. ഞാൻ മുകളിൽ നിന്നുകൊണ്ട് നയിച്ചപ്പോൾ കിട്ടിയതാണ്, അല്ലാതെ നിങ്ങളുടെ ഒന്നും പ്രവർത്തനത്തിൻ്റെ കൂടി അത്ര വലിയ നേട്ടമൊന്നുമല്ല, ഞാൻ ഉണ്ടാക്കിയ തന്ത്രങ്ങളിലൂടെയാണ് ഇതെല്ലാം സാധ്യമാക്കിയത് എന്ന് അദ്ദേഹം കരുതുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നത്. പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ കരുതുന്നുണ്ട് കേരള BJPയിലെ വിഭാഗീയതകൾ ആളിക്കത്താതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തരം ഒരു ഏകാധിപതിയെ പോലെ CEO രീതിയിൽ ഇടപെടുന്നതായിരിക്കും നല്ലത് എന്ന് അദ്ദേഹം കരുതുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് വി മുരളീധരനായി ആ ഒരു വഴിമാറി കൊടുക്കാനുള്ള കോർ കമ്മിറ്റി യോഗത്തിൽ ഭൂരിപക്ഷം പേരും വി മുരളീധരൻ്റെ പേര് പറഞ്ഞിട്ടും മാറിക്കൊടുക്കാൻ, അല്ലെങ്കിൽ ആ പദവിയിലേക്ക് എനിക്ക് തന്നെ വേണമെന്ന് അദ്ദേഹം വാശി പിടിക്കുന്നതിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന്, BJPയിലെ പൊളിറ്റിക്സിൽ എപ്പോഴും ജാതി സമവാക്യങ്ങൾ കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനകത്തൊരു സവർണ പിന്നോക്ക പക്ഷങ്ങൾക്ക് ഇടയിലുള്ള വേർതിരിവുകൾ BJPയിലുണ്ട്. അതും BJPയിലെ ഈ സ്ഥാനമാനങ്ങളിൽ നിർണയിക്കുന്നതിൽ അല്ലെങ്കിൽ ഇടപെടുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൂടിയാണ് നിയമസഭയിൽ പോലും വി മുരളീധരന് കീഴിൽ താൻ ഇരിക്കാൻ തയ്യാറല്ല എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരൻ യഥാർത്ഥത്തിൽ ഈ നടത്തുന്ന കടിപിടിയിലൂടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.